കൂട്ടുകാരെ എവിടെ എല്ലാവരും? ഞാൻ ഇന്നലെ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് ഉത്സവത്തിൻ്റെ ഉച്ച സമയമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ രാത്രി ഒരു ചടങ്ങുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗുളികന്തറ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു കുരുത്തോല കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതാ കൊണ്ടുപോയി കൊണ്ട് നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ നടയിലേക്ക്. ഞാനൊരു വൈഫ്, അമ്മ, അളിയൻ എല്ലാവരും ഉണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ടീംസ് വേറെ ഉണ്ട് കേട്ടോ. ഉച്ച സമയത്ത് ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യണേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് പ്രോഗ്രാം തന്നെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല സദ്യ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ. കോയംകുളം മുത്തപ്പ ക്ഷേത്രം, ചെറ്റിപ്പടി. അപ്പോൾ അതാ നമ്മളെ ചടങ്ങ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്നിട്ട് അമ്പലനടയിൽ മുത്തപ്പനെ കണ്ടിട്ട് നമ്മളിത് കുരുത്തോല സമർപ്പിക്കും. ഇത് രാത്രി 4 മണിക്കാണ്, രാത്രിയല്ല പുലർച്ചെ 4 മണിക്ക് അങ്ങനെ വരാം ഇതിൻ്റെ പരിപാടി, പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ കൊടുക്കണ കുരുത്തോലേൻ്റെ പ്രോഗ്രാം. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇതാ അനുഗ്രഹങ്ങൾ വാങ്ങി പട്ട് സമർപ്പിക്കൽ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുരുത്തോല അവിടെ സമർപ്പിക്കാൻ പോണേ. ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് കേട്ടോ. ഇവിടുന്ന് മുതൽ നിങ്ങളെല്ലാവരും ലൈവിൽ നിൽക്കുക. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുണ്ടാവും, എല്ലാ വർഷവും വെള്ളി ശനി 2 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുക. കോഴികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഗുളികനുള്ള കോഴി, പിന്നെ വേറെ ചടങ്ങിനുള്ള കോഴി. അപ്പോൾ നമ്മൾ കുരുത്തോല നമ്മളവിടെ സമർപ്പിച്ചു, നടക്കൽ സമർപ്പിച്ചു. ഇനി അത് നേരെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഉഴിഞ്ഞിട്ട് അവിടെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർക്കുമായിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണാം. നമ്മളിപ്പോൾ അതായിട്ട് നേരെ ഇതാ ചുറ്റി വന്നു, അമ്പലം ചുറ്റി വന്നിട്ട് നേരെ അത് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഓല അവിടെ മേടിച്ച് വെച്ചു. പിന്നെ അതവിടെ നല്ല അതിഗംഭീരമായ കൊട്ടുണ്ട് കേട്ടോ, ശിങ്കാരിമാൾ കൊട്ട് നല്ല അടിപൊളി ടീംസാണ്. അപ്പോൾ അവരുടെ കൊട്ടും കാര്യങ്ങളൊക്കെ അതാ ചെറുതായിട്ട് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാം. ഒരു 3 മണിക്ക് ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഗംഭീര ഒരു വരവുണ്ട്, ദേശവരവുണ്ട്. അതൊരു 9 മണി 10 മണിയാവും വരവെത്താൻ. അതിൻ്റെ മുന്നേ ഭഗവതി തറ, മുത്തിത്തറ, ഹനുമാൻ തറ, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. നാളെയാണ് കോഴിവെട്ട്, നാളെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വേറൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് സമർപ്പണം ഉണ്ടാവും. അത്യാവശ്യം ആടുകളുണ്ടാവും. അപ്പോൾ ലേലത്തിലൊക്കെ പിടിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ പോരുകൊണ്ട് ആടുണ്ടാവും. ഒരു 10 ആടിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ നാടൻ കോഴിമുട്ട ഉണ്ടാവും, അത് ലേലത്തിലുണ്ടാവും. 500-600 മുട്ടകളുണ്ടാവും. അപ്പോൾ ഗംഭീര കൊട്ടായിരുന്നു കേട്ടോ. ഗംഭീര കൊട്ട് പറഞ്ഞാൽ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കൊട്ട് ഞാൻ എടുത്തിട്ട് വിടുന്നുണ്ട്. നമ്മളെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് അമ്മ അവിടെ പട്ട് വെള്ളപ്പെട്ട്, അത് ധ്രുവിനുള്ളൊരു വെള്ളപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛൻ വന്നു. അപ്പോൾ അവരത് കൊടുത്തു കഴിഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ പോരാ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്.